ജഗരു വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഈ ബിഗ് ടി വിനൊക്കെ കുറിച്ചിട്ട്. ബിഗ് ടി വി ഒക്കെ തുടങ്ങുന്ന സമയത്ത് അപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ബിഗ് ടി വിയുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ബിഗ് ടി വിയുടെ ഫേസ്ബുക്ക് പേജ് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ണുള്ളി പുറത്തേക്ക് വന്നു എന്ന് തന്നെ പറയാം. മില്യൺ ഫോളോവേഴ്സാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് നമ്മളെല്ലാവരും അതിശയിപ്പിച്ചുകൊണ്ടുള്ള ഒരു തുടക്കം. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ റീച്ച് ഉണ്ടാവും എന്നുള്ള ലെവലിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലേബിൾ അങ്ങോട്ട് നമുക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. സംഗതിയുടെ പിന്നാവശം നോക്കിയപ്പോഴാണ് ഇതിലും ഒരു കയ്യൊപ്പ് അവിടെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. കള്ളത്തരാന്ന് അധികം ആർക്കും കണ്ടുപിടിക്കാൻ തുനിഞ്ഞിറങ്ങേണ്ടി വന്നില്ല. അവർ തന്നെ ഒരു കള്ളത്തരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇപ്പം ഈ തുടക്കത്തിലെ ഈ ഫേക്ക്നെസ് ആണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഈ FB പേജിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1.4 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു പഴയ FB സിനിമ പേജ് വാങ്ങിയിട്ട് ലൈവ് ചാനലായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. പേര് മാറും, ലോഗോ മാറും, പക്ഷേ പഴയ കണ്ടൻറ്റുകളൊന്നും മാറില്ല. പഴയ കണ്ടൻറ്റ് ഈ എന്താ പറയുക, ഈ പേജ് ഇറക്കാനുള്ള ആ ഒരു തന്ത്രപ്പാടിലും ആ ഒരു സ്പീഡിലും ധൃതിയൊക്കെ കാണിച്ചില്ലേ. ഇപ്പം ഇത്ര ഫോളോവേഴ്സ് ഞങ്ങൾക്ക് ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കാനുള്ള ആ ഒരു ത്വരയിലും ഇവർ പഴയ കണ്ടൻറ്റുകൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെയാണ് പാളിപ്പോയത്. അതായത് പഴയ ചാനലിൻ്റെ കണ്ടൻറ്റുകൾ ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെങ്ങനെയും റീച്ച് ഉണ്ടാക്കും എന്നുള്ള ഒരു ലെവലാണ് ഇപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. അതായത് 2016 മുതൽ സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സ് ഹോട്ട് എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. ആ ഒരു സംഭവങ്ങൾ വന്നിരുന്ന ഒരു ചാനലാണ്. ഇവിടെ ഇപ്പോൾ ഈ ഹോട്ട് ഗ്ലാമർ, സൗത്ത് ഇന്ത്യൻ ആക്ടേഴ്സിൻ്റെ ഗ്ലാമർ കാണിച്ചിരുന്ന ഒരു പേജ് അത് ബിഗ് ടി വിയുടെ പേജായി മാറുമ്പോൾ, അല്ലെങ്കിൽ അതൊരു ന്യൂസ് ചാനൽ, അതൊരു ലൈവ് ചാനലായിട്ട് മാറുമ്പോൾ അവിടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വാഭാവികമാണ് അല്ലേ? സ്വാഭാവികമല്ലേ? ഫോളോവേഴ്സ് എണ്ണം മാത്രം കൊണ്ട് വിശ്വാസം ഉണ്ടാകില്ല. പഴയ കണ്ടൻറ്റുകൾ ക്ലീൻ ചെയ്യാതെ ബ്രാൻഡ് ഇമേജ് മാറില്ല. ഓഡിയൻസ് ഇന്ന് കൂടുതൽ അവബോധമുള്ളവരാണ്. ഈ പോസ്റ്റൊക്കെ കണ്ടിട്ട് അയ്യോ 1.4 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടോ ഇവർക്ക് എന്ന് ഓടി ഫോളോ ചെയ്യാൻ പോകുന്ന ഒരു പറ്റം ആൾക്കാർ വേറെ ഉണ്ടായിരിക്കാം. ബട്ട് ഇതെങ്ങനെ സാധിച്ചു എന്ന് ചിന്തിക്കുന്ന വേറൊരു പറ്റം ജനങ്ങളും ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട്. എന്നാലും ഈ ഒരു പരിപാടി വളരെ മോശമായിപ്പോയി, പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് വന്ന് പറഞ്ഞതാണ്. നമുക്ക് ആ ഒരു ചാനലിൻ്റെ ന്യൂസ് ഇങ്ങനെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറ്റിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താവും അവസ്ഥ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.